കാവ്യനിധി എന്നൊന്നുണ്ട്, പ്രത്യേകിച്ചും കളിക്കളത്തിൽ. മികവിന്റെ ഔന്നത്യങ്ങൾ ചവിട്ടിക്കേറിയിട്ടും തഴയപ്പെട്ട ഒരു കളിക്കാരൻ. പിന്നീട് ലോക നെറുകയിലേക്ക് തന്റെ കുട്ടികളെ എത്തിച്ചപ്പോൾ ആ കാവ്യനീതി എല്ലാം മറയും ഭേദിച്ച് പുറത്തു വരികയായിരുന്നു. അതാണ് അമോൽ മജുംദാർ എന്ന ക്രിക്കറ്ററുടെ കഥ. തന്റെ നല്ല പ്രായത്തിൽ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ഇന്ദ്രജാലം വിരിയിച്ചിട്ടുണ്ട് ഈ കളിക്കാരൻ. എങ്കിലും ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടാനുള്ള യോഗ്യതയില്ലെന്ന് വിധിയെഴുതി കളിയുടെ മേലാളന്മാർ. രഞ്ജി ട്രോഫി മത്സര അരങ്ങേറ്റത്തിൽ 260 റൺസ്, 11,000-ലധികം ഫസ്റ്റ് ക്ലാസ് റൺസ്, 30 സെഞ്ചുറികൾ, ഏകദേശം 50 ശരാശരി, ഇതൊക്കെ അമോലിന്റെ കരിയർ നേട്ടങ്ങളാണ്. ഇതൊക്കെ അറിയാവുന്നവരായിരുന്നു കളിയുടെ നിയന്ത്രണം കയ്യിലേന്തിയ ഉന്നതന്മാരും. എങ്കിലും ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി വന്നില്ല. മുൻപ് സ്കൂൾ തലത്തിൽ ക്രിക്കറ്റിന്റെ ആദ്യ പാഠങ്ങൾ ഹൃദിസ്ഥമാക്കി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കാൻ വെമ്പി നിന്നതാണ്. അന്ന് ലോകം ഉറക്കെ ആർപ്പു വിളിച്ച് നെഞ്ചിലേറ്റിയ മിടുക്കന്മാരായ 2 പേരുടെ നിഴലിൽ ഒതുങ്ങിപ്പോയി അമോൽ. സച്ചിൻ തെണ്ടുൽക്കർ, വിനോദ് കാംബ്ലി എന്നു പേരുള്ള 2 കുട്ടികൾക്ക് ശേഷം ബാറ്റിംഗ് ലൈനപ്പിൽ ഊഴം കാത്തുനിന്നയാൾ. അന്ന് ആസാദ് മൈതാനിയിൽ 664 റൺസിന്റെ കൂട്ടുകെട്ടോടെ ചരിത്രം കുറിച്ച് ടെണ്ടുൽക്കർ, കാംബ്ലി എന്നിവരുടെ പിറകെ പോയി ക്രിക്കറ്റ് ലോകം. തന്റെ ഊഴത്തിനായി പിന്നെയും കാത്തിരുന്നു അമോൽ. ആസാദ് മൈതാനിയിൽ അന്ന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ലെങ്കിലും പിന്നീട് രഞ്ജി മത്സരങ്ങളിൽ മികവിന്റെ പര്യായമായി മാറി അമോൽ മജുംദാർ. എന്നിട്ടും ഇന്ത്യൻ ജേഴ്സി അണിയാനുള്ള ഭാഗ്യമുണ്ടായില്ല. തന്നേക്കാൾ കഴിവ് കുറഞ്ഞ പലരും മെൻ ഇൻ ബ്ലൂ എന്ന വിശേഷണത്തിന് ഭാഗമായത് കണ്ടു മാറി നിൽക്കാൻ വിധിക്കപ്പെടുകയായിരുന്നു. ഈയിടെയാണ് ഒടുവിൽ നീതിദേവത കടാക്ഷം ചൊരിഞ്ഞ് രംഗത്തേക്ക് അവതരിച്ചത്. ഇന്ത്യക്ക് വേണ്ടി പാഡ് അണിയാൻ വിധിയില്ലായിരുന്നിട്ടും ആരെയും കുറ്റപ്പെടുത്താൻ മുതിരാതെ തന്റെ കളിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് തുടർന്നു അയാൾ. തന്നെ ഒഴിവാക്കി നിന്നവർക്ക് കാവ്യനീതി എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരവസരം ലഭിക്കുകയായിരുന്നു. അത് അങ്ങേയറ്റം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു അമോൽ. 2023-ൽ ഇന്ത്യൻ വനിതാ ടീമിന് ഒരു പരിശീലകനായി നിയമിക്കപ്പെട്ടപ്പോൾ സുഹൃത്തും വഴികാട്ടിയുമായ ക്രിക്കറ്റിനെ ജീവശ്വാസം പോലെ വിശ്വസിച്ച അമോൽ ആ തട്ടകത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച ലോകം കണ്ടത് അമോൽ മജുംദാർ എന്ന കരകളഞ്ഞ ക്രിക്കറ്ററുടെ ത്യാഗോജ്വലമായ സംഭാവനകളുടെ ഫലമാണ്. അന്ന് വരെ ഒരു ലോകകപ്പ് തൊടാൻ കഴിയാതിരുന്ന ഒരു കൂട്ടം പെൺകുട്ടികളുടെ ടീം നവി മുംബൈയിലെ YD പാട്ടീൽ സ്റ്റേഡിയത്തിൽ അമോലിന്റെ മേൽനോട്ടത്തിൽ കളിക്കാനിറങ്ങിയപ്പോൾ ആത്മവിശ്വാസം സ്റ്റേഡിയം കവിഞ്ഞൊഴുകുകയായിരുന്നു. മറക്കാനാവാത്ത പ്രകടനവുമായി ഞായറാഴ്ച രാത്രിയിൽ ആ പെൺകുട്ടികൾ ആദ്യത്തെ ലോകകപ്പ് ഉയർത്തി. ഫൈനലിന് മുമ്പുള്ള എല്ലാ മാച്ചുകളും അമോലിന്റെ കയ്യൊപ്പ് ചാർത്തി ജയിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർ തെളിയിച്ചു. ഒരിക്കലും ഇന്ത്യൻ ജേഴ്സി ധരിച്ച് കളിക്കാൻ ഇറങ്ങാൻ കഴിയാതിരുന്ന ആ ക്രിക്കറ്റർ തന്റെ ചുണക്കുട്ടികളുടെ ലോകകപ്പ് വിജയത്തിൽ കൃതാർത്ഥനായി. ജയിച്ച ശേഷം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഓടി വന്ന് ആ കാൽക്കൽ വീഴുമ്പോൾ അത് അയാൾക്കുള്ള ഏറ്റവും വലിയ ആദരവായി. അമോൽ മജുംദാറിനെയും അയാളുടെ ചുണക്കുട്ടികളെയും ലോകം വാഴ്ത്തുകയാണ്. അതിൽ പരം അഭിമാനം എന്തു വേണം അമോലിന്?